പലതരത്തിലുള്ള സർബത്തുകൾ നമ്മൾ ഉണ്ടാക്കി കുടിക്കാറുണ്ട്, അതേപോലെ കടകളിൽ നിന്ന് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി സർബത്താണ്. ഈ സർബത്ത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ശേഖരത്തിലുള്ള ഒരു സർബത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നമുക്ക് വർഷങ്ങളോളം ഇരുന്നാലും കേടാവില്ല. മാത്രമല്ല ഒരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ സർബത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ അതിനെടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ്, നാടൻ ചെമ്പരത്തിപ്പൂവാണ് ഞാൻ ഇതിനെടുക്കാറുള്ളത്. അതുകൊണ്ട് നാടൻ ചെമ്പരത്തിപ്പൂ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതിൻ്റെ ഇതളുകൾ മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾക്ക് കളയാം. ഇതളുകൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളമൊക്കെ തോർന്നതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിത് ഉപയോഗിക്കേണ്ടത്. നമ്മളിത് പറിച്ചിട്ട് വരുമ്പോൾ പലതരത്തിലുള്ള കീടങ്ങളോ എന്തെങ്കിലും പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം ഇതളുകളൊക്കെ നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി വന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 50 ചെമ്പരത്തിപ്പൂവാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. 50 ചെമ്പരത്തിപ്പൂവിൻ്റെ കണക്കാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അതായത് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 200 ml വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്കിത് തീ കത്തിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളച്ച് വന്ന് ഈ പൂവിൻ്റെ കളറൊക്കെ നമ്മളുടെ വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി ഇതിൻ്റെ പൂവിന് കളർ ചേഞ്ച് വരും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ പൂവിൻ്റെ ഇതിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് നമുക്ക് ഡപ്പകളിൽ സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഓരോന്നെടുത്ത് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതന്നെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ളതാണ്. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ സർബത്ത് അനീമിക്കായിട്ടുള്ളവർക്കൊക്കെ കുടിക്കാൻ പറ്റിയൊരു സർബത്താണ്. മാത്രമല്ല രക്തശുദ്ധീകരണത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നമ്മൾ കൂടുതൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് വെക്കരുത്. ഇതിലേക്ക് പഞ്ചസാരയും നമ്മൾ ആ ചേർക്കുന്ന വെള്ളം ഒരു കഷ്ണം കറുവപ്പട്ടി മാത്രമാണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ സർബത്ത് ഉണ്ടാക്കി കുടിക്കുമ്പോഴാണ് അതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാണ്ട്, അതുകൂടെ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കുടിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സർബത്തും ആവും ഇത്. മാത്രമല്ല ക്ഷീണമൊക്കെ മാറി നമുക്ക് നല്ലൊരു ഉന്മേഷം തരുകയും ചെയ്യും. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. വറ്റിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കൈ വെച്ചിട്ട് സ്പൂണിൽ കുറച്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ഒട്ടാനേ പാടുള്ളൂ. കൈ വിരലുകൾ തമ്മിൽ ഒട്ടാനേ പാടുള്ളൂ. നൂല് പരുവത്തിലേക്ക് വരരുത്. അതൊന്ന് ശ്രദ്ധിക്കണം. നൂല് പരുവത്തിലേക്ക് വരാൻ പാടില്ല. കൈ തമ്മിൽ ആ പഞ്ചസാര പാവൊന്ന് ഒട്ടാനേ പാടുള്ളൂ. അങ്ങനെ ഒട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാണ് വേണ്ടത്. ഇതിലേക്ക് ചെറുനാരങ്ങ നീരൊന്നും ഏടാക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമേ ആവശ്യമുള്ളൂ. വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു സർബത്താണ് കേട്ടോ ഇത്. നമ്മൾക്കിത് ഒരു വർഷം, എത്ര വർഷം നിങ്ങൾക്ക് നല്ലപോലെ ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും കുറച്ച് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സർബത്ത് കൂടിയാണിത്. അപ്പം ഞാനിത് ഉണ്ടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി. നല്ല കളർ കണ്ടില്ലേ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. നല്ലപോലെ ഒന്ന് ചൂടാറണം. അതിന് ശേഷമാണ് ഞാൻ ഈ സർബത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ കളറ്. നല്ല കളറ് മാത്രമല്ല അത്രയും ഗുണവുമാണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ സർബത്തിന്. ഞാനൊന്ന് ഇതിൻ്റെ സർബത്ത് കൂടെ കുടിക്കാൻ പാകത്തിനുള്ള ഒരു സർബത്തിൻ്റെ റെസിപ്പി കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ മുറി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഒഴിക്കുന്നതാണ് 1.5 ടീസ്പൂൺ ഇഞ്ചി നീര്. ഇഞ്ചി നല്ലപോലെ പിഴിഞ്ഞെടുത്ത നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച സർബത്ത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തവിയിൽ ഒരു 1.25 തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി നമുക്ക് ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി ഒന്ന് കുടിച്ചു നോക്കൂ എല്ലാവരും. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലും ചെമ്പരത്തി പൂവ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ സർബത്തൊന്ന് ഉണ്ടാക്കി വെക്കൂ. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു സർബത്ത് കൂടിയാണിത്.